ഹലോ യു ഗൈസ്, വെൽക്കം ടു അനദർ വ്ലോഗ്. ഞാൻ എങ്ങോട്ടാണ് ഈ കെട്ടിയിറങ്ങി പോകുന്നത് എന്നല്ല ചിന്തിക്കുന്നത്. സോ ബേസിക്കലി ഇന്ന് ഫ്രൈഡേ ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഫ്രൈഡേ ഞങ്ങളുടെ സ്റ്റാഫ് പാർട്ടിയാണ്. അപ്പോൾ അതിന് തീം വന്നിട്ട് പേർപ്പിളാണ്. ഇതെന്ത് പേർപ്പിളാണെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഐ ഡോണ്ട് നോ, പക്ഷേ ഇതേ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ആൻഡ് ഓൾസോ ദ കളർ ഇസ് നോട്ട് ഡെഫിനറ്റ്ലി മാച്ചിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ ഷീനിൽ നിന്ന് മേടിച്ചതാണ്. ആൻഡ് ഐ എം റിയലി ലവിങ് ഇറ്റ്. ഓക്കെ, ലുക്ക് അറ്റ് ദിസ്. അത് നോക്കണ്ട. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്ലാൻ ഇങ്ങനെ ആക്സസറൈസ് ചെയ്ത് പോകാനാണ്. കാരണം എനിക്ക് 2-3 കോസ്റ്റ്യൂം ചേഞ്ച് ഒക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ ഭയങ്കര വലിയ സെലിബ്രിറ്റി ആയതുകൊണ്ട് എനിക്ക് ഡാൻസിനൊരു ഔട്ട്ഫിറ്റ് ഉണ്ട്, ഇതൊരു ഔട്ട്ഫിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പേർപ്പിൾ ഡ്രസ്സസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നൗ ഐ തിങ്ക് ഐ വിൽ ഗോ വിത്ത് ദിസ്. കാരണം എനിക്ക് എല്ലാ ഡ്രസ്സൊന്നും എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഇങ്ങനത്തെ ഡ്രസ്സും ഞാൻ എല്ലായിടത്തൊന്നും ഇടില്ല. ടു ദ പോയിന്റ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് തന്നെ അങ്ങോട്ട് പ്രൊസീഡ് ചെയ്താലോ എന്നാണ്. കാരണം മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വിൽ ബൈ ഫ്രം ഷീൻ, ട്രെൻഡിയോൾ അങ്ങനെയുള്ള സാധനങ്ങൾ. സോ ഐ തിങ്ക്, ബൈ ദ വേ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പറയാൻ മറന്നുപോയി. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വളരെ മേജർ ഇതായിരുന്നു. എൻ്റെ റൂം ഫുൾ മെഡിസിൻസ് ആണ്. കാരണം എനിക്ക് സൈനസിൻ്റെ വളരെ നല്ലൊരു അസുഖം വന്ന് ഞാൻ ആൻറ്റിബയോട്ടിക്സിലായിരുന്നു. ആൻറ്റിബയോട്ടിക്സ് എടുത്തിരിക്കുന്ന സമയത്ത് എനിക്കറിയില്ല എന്തിനാണ് കോൾഡ് വന്നതെന്ന് എന്നിട്ടിട്ട് ഭയങ്കര ത്രോട്ട് പെയിൻ ഉണ്ട്. സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ ഷീന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ചപ്പൽ ഓൾസോ ഐ മെയ്ഡ്. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഇനി ട്രെൻഡിയോളെന്നുള്ള സാധനം റിട്ടേൺ ചെയ്യാം. കാരണം ചുമ്മാ എന്തിനാണ് വെറുതെ കുറേ ഡ്രസ്സുകൾ വാങ്ങി കൂട്ടുന്നത് അല്ലേ. ഇത് പേർപ്പിൾ അല്ല ഡെഫിനറ്റ്ലി, പക്ഷേ ഇത് എന്ത് കളറാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ബട്ട് സ്റ്റിൽ വി ഹാവ് ടു മാനേജ് വിത്ത് ഇറ്റ്. ബിക്കോസ് ആ പാർട്ടി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്തായാലും ഇതൊന്നും ഇടാൻ പോകുന്നില്ല. ഇതല്ല അത്. അതുകൊണ്ട് ഐ തിങ്ക് ഐ വിൽ ഗോ വിത്ത് ദിസ്. ഐ എം വെയറിങ് ബ്ലാക്ക്. ഞാൻ കൺഫേം ചെയ്തിരിക്കുന്നു. കാരണം എനിക്ക് ഡാൻസിന് ഞാൻ വേറെ ഔട്ട്ഫിറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ഒന്ന് ഇട്ടിട്ട് എനിക്ക് ഇങ്ങനെ ചുമ്മാ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ അച്ഛൻ പറയണോ അല്ലേ, നീ അവിടെ പോയിട്ട് എത്ര പൈസ നീ ചിലവാക്കിയിട്ടുണ്ടെന്ന് നീ ഇടയ്ക്കൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഞാനിത് തന്നെ ഇടാനുള്ള പ്ലാനിലാണ്. ഓക്കെ, ആൻഡ് ഐ എം ലൈക്കിങ് ഇറ്റ്. ബൈ ദ വേ, ഐ എം ലൈക്കിങ് ഇറ്റ്. എങ്ങനെ വാഷ് ചെയ്യണമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഐ എം ലൈക്കിങ് ഇറ്റ്. അപ്പോൾ എന്തായാലും ഇത് എന്ത് വ്ളോഗാണ്, വീക്കെൻഡ് വ്ളോഗാണോ വീക്കില്ലാത്ത വ്ളോഗാണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്കറിയാമെന്ന് ഞാൻ കുറച്ച് ഹൈപ്പറാണ്, എന്തിനാണെന്ന് പോലും എനിക്കറിയില്ല. ബൈ ദ വേ, ഐ വിൽ ഷോ യു മൈ അതർ ഹോൾസ്. അതായത് എൻ്റെ അച്ഛൻ ഈ വീഡിയോ കണ്ടിട്ട് പറയാം, നീ ഇങ്ങനെ പൈസ പൊട്ടിച്ചുകൊണ്ട് നടന്നോ, വേറെ ഒരു പണിയും വേണ്ട, 5ൻ്റെ പൈസ സേവ് ചെയ്യരുത്, നീ പോയിട്ട് 5 രൂപയെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ട്രാപ്പ് പോലെ ഇത് തന്നെ ഞാൻ എൻ്റെ തലയുടെ ബാക്കിൽ ഇങ്ങനെ വയ്ക്കും. വൈദ്യുതി തല വാഷ് ചെയ്തിട്ട് 3-4 ദിവസമായി. ബീങ് റോ യുനോ. എപ്പോഴും നല്ല. ഇനി ബ്ലാക്ക് ഒന്നും ഞാൻ മാറാൻ പോകുന്നില്ല. ഞാൻ ഇത് തന്നെ ഇടും. എനിക്കറിയില്ല, എന്നെ കൊണ്ട് പറ്റില്ല. എൻ്റെ ഖത്തം. ഇനി ഞാൻ ടീമൂന്ന് മേടിച്ച കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ആരോടും പറയില്ലെങ്കിൽ, എനിക്ക് കുറേ ഓഫർ ഉണ്ടായിരുന്നു. ഓക്കെ, 10 ഗിഫ്റ്റ് ചൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ 10 ഗിഫ്റ്റ് ചൂസ് ചെയ്തിട്ട് വന്നിട്ട് വന്നു, കുറച്ച് പൈസയ്ക്ക് മേടിച്ചാൽ എല്ലാ 10 ഗിഫ്റ്റും കിട്ടുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ കുറച്ച് പൈസയ്ക്ക് മേടിച്ചു. അപ്പോൾ ഒരു 5 ഗിഫ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ ഓർഡർ ചെയ്തത് നീ ക്യാൻസൽ ചെയ്ത് നിനക്ക് നിൻ്റെ ഗിഫ്റ്റ് നിൻ്റെ അടുത്ത് വയ്ക്കാം. അങ്ങനെ ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോകുന്ന ഒരു ഐറ്റമാണ് ഇത്. ഞാൻ എന്തിനാണിത് മേടിച്ചതെന്ന് എനിക്കറിയില്ല. ഒരുമാതിരി ബാഗാണത്. പിന്നെ ഇതിൻ്റെ അടുത്ത് ഞാൻ വയ്ക്കാൻ പോകുന്ന സാധനമാണ് ദിസ് ഈസ് വള. ബിക്കോസ് വള ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വള ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. And I don't know why it is important, but it is important. പക്ഷേ ഇതിൻ്റെ ഫിറ്റ് ആവുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഓവർ സൈസ് ജീൻസാണ്, കാണാൻ കൊള്ളാം. ഇതിലൊരു ഹാർട്ട് ഷേപ്പ് പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ ഐ വിൽ ബി റിട്ടേണിങ് ഇറ്റ്. കാരണം മെച്ചുവർലി തിങ്കിങ് എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ റിട്ടേൺ ചെയ്യാണ്. കാണാം നിങ്ങൾ അഡൾട്ട്ഹുഡ്. പിന്നെ ഞാൻ ഈ ഒരു സഞ്ചി മേടിച്ചു, അച്ഛമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ. ബട്ട് ദിസ് സഞ്ചി ഈസ് എ ബിറ്റ് ഓഫ് എ സഞ്ചി വിച്ച് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഡിഡ് ഐ ഇവൻ. കുഴപ്പമില്ലാത്ത സഞ്ചി. വാട്ട് ലാംഗ്വേജ് ആം ഐ സ്പീക്കിംഗ് ബ്രോ? ഇനി ഇത് കേട്ടിട്ട് പലർക്കും പിന്നെ അടുത്ത ഡിസാസ്റ്റർ. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ലെൻസ് കാർട്ടിൽ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൈസയെ കൊടുത്തിട്ട് ഒരു കണ്ണട ഓർഡർ ചെയ്തു. കണ്ണടയുടെ ഇത് വന്നിട്ട് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, ഇത്ര. എന്നിട്ട് ഞാൻ പുറത്തു കൂടെ നോക്കണം. അച്ഛൻ കേട്ടെന്നെ മിക്കവാറും പിടിച്ച് തല്ലും. 1000 പ്രാവശ്യം എന്നോട് പറഞ്ഞതാ വലുതും മേടിക്കാൻ, ഞാൻ കേട്ടില്ല. അപ്പോൾ ഞാനൊരു കമ്പ്യൂട്ടർ ക്ലാസ് മേടിച്ചു.
നോ കമൻറ്റ്സ്. ഇതെന്ത് ചീപ്പ് സാധനമാണ് ഇത്. കുഴപ്പമില്ല, ഇത് ആദ്യമായിട്ടൊന്നുമല്ല, ഇത് പല പ്രാവശ്യം. പിന്നെ ഞാൻ മേടിച്ചത് ആവശ്യമുള്ള സാധനമാണ്, കാരണം എൻ്റെ നെയിൽസ് എനിക്ക് ചെയ്യണം, പോപ്പിൾ നെയിൽസ് ആക്കണം. അപ്പോൾ ജെൽ എക്സ്റ്റൻഷന് വേണ്ടിയിട്ടുള്ളൊരു സാധനം, ജെല്ല് മാത്രം. പിന്നെന്താ, പിന്നെ ഒരു കമ്മൽ. ഞാൻ ഇവിടെ വരുമ്പോൾ വിചാരിച്ചിരുന്നു ഞാൻ കമ്മലുകളൊന്നും മേടിക്കില്ല, ഞാൻ വില കൂടിയത് മാത്രമേ മേടിക്കുള്ളൂ, അതും ഒരിക്കലേ മേടിക്കുള്ളൂ, എന്തിനാ വെറുതെ പൈസ കളയുന്നത്. ഇത് ഫ്രീ ആണെന്ന് കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് മേടിച്ചു. സൂര്യൻ. I could not become sunshine of anyone's life, so at least I can buy a sun shining earring. Okay. ഇത് അടുത്തൊരു ഇയറിങ്. ഇത് മിക്കവാറും എൻ്റെ കൊളീഗ് ഉണ്ട്, അവൾ പറയും നീ എന്നെ കോപ്പി ചെയ്തെന്ന്. പക്ഷെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സി ദിസ് വൺ. സി, ഇതിൻ്റെ ബാക്കിലുള്ളത് ഞാൻ വേറെ മേടിക്കണം. ബ്രോ, വാട്ട് ആർ യു ഈവൻ സീയിങ്? ബാക്കിലിടാനുള്ള സാധനമില്ല, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, രണ്ടും രണ്ടെണ്ണമാണ്. ചിലപ്പോൾ എൻ്റെ കയ്യിൽ വേണ്ടോ. പിന്നെ ഇത് ഞാൻ ഗോൾഡ് അല്ലേ മേടിച്ചേ. ഈ ആറ്റിറ്റ്യൂഡും ഈ ഡ്രസ്സും എൻ്റെ സ്വഭാവവും തമ്മിലൊരു മാച്ചും ഉണ്ടാവില്ലല്ലേ. കുഴപ്പമില്ല. യു ഗെറ്റ് ടു സീ എവറി സൈഡ് ഓഫ് മീ. ഇത് നെയിൽ സ്റ്റിക്കേഴ്സാണ്. ബ്രോ, ഇതിലെൻ്റെ കൈ കൊള്ളാം. ദിസ് ഇസ് സോ ഹ്യൂജ്. വാട്ട് ഇസ് ദിസ്? ദിസ് ഇസ് ബഹുത് ബഡാ ദാൻ മൈ ഫേസ്. ഇയറിംഗ് ആണ്. ഇത് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഓർഡർ ചെയ്തപ്പോൾ സൂചി നൂല് മേടിച്ചിട്ട് സൂചി മാത്രം കിട്ടി, നൂല് ഞാൻ വേറെ വല്ലയിടത്തും പോയി വാങ്ങണം. അതുകൊണ്ട് ഞാൻ നൂല് പ്രാവശ്യം മേടിച്ചു. ഞാനൊരു ദിവസം ഓഫീസിലിരിക്കുമ്പോൾ എൻ്റെ പാൻറ്റിൻ്റെ ഹുക്ക് പൊട്ടി. മൊമെൻ്റ് ഓഫ് സൈലൻസ്. ഒരു പിൻ പോയിട്ടൊരു കുന്തം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യേണ്ട വന്നു, സ്റ്റാപ്ലർ അടിച്ചിട്ട് നടക്കേണ്ട വന്നു ഫുള്ളി. സോ ആജ് കാ ഡിന്നർ യേ ഹേ. അതായത് ചിക്കനാണോ തോന്നുന്നു, ആൻഡ് പാസ്ത ഇവിടെ ഒരു കുട്ടി ഉണ്ടാക്കി, സോ ഷീ ഗേവ്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് പ്ലാൻ ആൻഡ് ഓൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രാത്രി കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ. ബട്ട് സ്റ്റിൽ ഐ ആം ഈറ്റിംഗ് ബ്രെഡ് പക്കോട അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫീസിൽ നിന്ന്. പക്ഷേ കേൾക്കറു, ഞാൻ കഴിഞ്ഞ ട്യൂസ്ഡേ ഞാൻ വർക്ക് ഫ്രം ഹോം എടുത്തിട്ട് സിക്ക് ലീവ് എടുത്തിട്ട് ഞാനിരുന്ന് ഒരു സീരീസ് കണ്ടുകൊണ്ടിരിക്കുന്നു. ആക്ച്വലി ഐ വാസ് സിക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യാനാ, വയ്യാണ്ടായാൽ നമ്മൾ നോക്കണം, ജീവിതം. അതുകൊണ്ട് ഞാൻ ഏതൊരു സീരീസ് മാ കാ സം ഓൺ പ്രൈം അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ അതിനി കുറച്ചും കൂടി ഉണ്ട് കണ്ടു തീർക്കാൻ. സോ അത് ഞാൻ കണ്ടു തീർക്കണം. ഞാൻ കണ്ടു തീർക്കണം എന്ന് ഞാൻ അങ്ങനെ പറയുമ്പോൾ എനിക്ക് നാഗവല്ലിനെയാണ് ഓർമ്മ വരുന്നത്. യു നോ വാട്ട്, ഞാൻ കഴിഞ്ഞ വ്ളോഗ് എഡിറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ കയ്യിൽ ആകെ ഒറ്റ വ്ളോഗേ ഉള്ളൂ എഡിറ്റ് ചെയ്യാൻ, അപ്ലോഡ് ചെയ്യാൻ തന്നെ ഒറ്റ വ്ളോഗേ ഉള്ളൂ. അതന്നെ ഞാൻ ചെയ്തിട്ടില്ല. യൂഷ്വലി ഞാൻ ഇവിടെ വന്നിട്ട് എല്ലാ വീക്കിലും 2 വലിയ വീഡിയോ, ബാക്കി ഫുൾ ഷോർട്സ് ഒക്കെ വെച്ച് ഭയങ്കരമായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എനിക്ക് സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ സമയമില്ല. പക്ഷെ എന്നാലും അന്ന് സമയം ഉണ്ടായിരുന്നു ചോദിച്ചാൽ അന്നും സമയമില്ല. ഇൻഫാക്റ്റ് ഇതിലും ബിസി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരു സാധനം വരുന്നില്ല. ഐ ഫീൽ ലൈക്ക് റിപ്പീറ്റേറ്റീവ്. അതുകൊണ്ട് ഞാൻ ആലോചിക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഗുഡ് മോർണിംഗ്. സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ എന്താ പ്രശ്നമൊന്നും? യെസ്, എൻ്റെ സൗണ്ട് പോയി. എനിക്ക് അതിനോട് അതെന്തും കുറച്ച് ചിലപ്പോൾ ശരിയാവും. മോർണിംഗ് ലൂസ് ആയിരിക്കും. കാരണം ഇന്നലെ 3 മണിക്കും ഇതുപോലെ പെയിൻ വന്നു. 2 പെയിൻ കില്ലേഴ്സ്. നിങ്ങളിപ്പോൾ പറയും ലിവർ അടിച്ച് പോകും, എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. മൈ സ്റ്റൂപ്പിഡ് ബാഗ് വെച്ച് അപ്പാർട്ട് ഫ്രം ടീമു. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വരാം. ഞാൻ കുറേ കുപ്പികളൊക്കെ പറക്കി വെച്ചിട്ടുണ്ട്, കാരണം കാർഫോറിൽ എന്തോ ഒരു പരിപാടി ഉണ്ട്. സോ ലെറ്റ് മീ ട്രൈ ഇറ്റ്. കഴിഞ്ഞ ദിവസം 20 കുപ്പികളുണ്ടായിരുന്നു. ആ കുപ്പിയൊക്കെ പറക്കി കൊണ്ടുപോയി ഞാൻ പറഞ്ഞ പോലെ പാട്ട പറക്കി ലുക്ക് ഉണ്ടാവും. സോ എന്തായാലും ഞാൻ പോയിട്ട് വരാം. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 4 or 5 months ആയി. അടുത്ത മാസം ആകുമ്പോൾ 6 months ആവും. ടെക്നിക്കലി ജോയിൻ ചെയ്തിട്ട് 6 മാസം ജൂലൈയിലേ ആവുള്ളൂ. പക്ഷെ എന്നാലും ഇവിടെ വന്ന സമയത്ത് ആകെ ഒരു പെട്ടിയും 2 പെട്ടി. ഇപ്പോൾ ഞാൻ അടുത്ത 2 ആഴ്ച കഴിഞ്ഞ് മൂവ് ചെയ്യുമ്പോൾ
I have a lot of stuff to actually move. അറിയില്ല എന്ത് ചെയ്യുന്നുള്ളത്. കാരണം ബീയിങ് എ ഷോപ്പഹോളിക്, I have a lot of random things in my life. I don't know what to do. So, നമ്മുടെ Carrefour പരിപാടി is done. Room cleaning is done. 10:30 को we have therapy. എനിക്ക് ഈ പെയിൻ ഒന്ന് മാറണം. എനിക്ക് ഈ സാധനം പിടിച്ച വേദന ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് സ്ട്രെസ്സിൻ്റെ ആണ്. കാരണം എൻ്റെ ബോഡിക്ക് വയ്യാണ്ടാവല് ഇതേമാതിരിയുള്ള പരിപാടികൾ തന്നിട്ടാണ്. തലകറക്കം, ഷിവറിങ്, പാനിക് അറ്റാക്സ്, ആങ്സൈറ്റി അറ്റാക്സ്, ഇമാതിരി വേദനകൾ. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ഡയഗ്നോസ് ചെയ്യാൻ പോകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. പണ്ടോട്ടേ ഉള്ളതാ. പക്ഷെ അത് സംസാരിക്കണം എന്തുകൊണ്ടാണ്. ഇറ്റ്സ് ലൈക്ക് നമുക്കൊരു വേദന വന്നാൽ ഇഫ് യു നോ വാട്ട് ഇറ്റ് ഈസ് ലൈക്ക് യു നോ ദ കോസ്, നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. എൻ്റെ കേസിൽ കോസ് എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ അത് എന്തുകൊണ്ടാണ് ആ കോസ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഐ നോ ഇറ്റ് ഇസ് സ്ട്രെസ്, ഓക്കെ, പക്ഷെ ഇത് എന്തുകൊണ്ടുള്ള സ്ട്രെസ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. യുനോ സൗണ്ട് ശരിയായില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം. പിന്നെ ഞാൻ ആലോചിക്കുന്നത് ഷീന നല്ല ഡ്രസ്സ് കൺഫ്യൂസ്ഡ് മാൻ ഐ ആം ജസ്റ്റ് പ്രോസസ്സിങ്. I was talking without recording. So I was talking to my therapist and she told me you are living in a world where you are just thinking whatever you want to without confronting what it is. And at the end of the day, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഐ ഡോണ്ട് കെയർ വാട്ട് അതേഴ്സ് തിങ്ക്. പക്ഷേ ആക്ച്വലി ഐ ഡു കെയർ, ഓക്കെ. ആൻഡ് ഞാൻ പറയായിരുന്നു എനിക്ക് എന്തുകൊണ്ടാണ് എനിക്ക് സങ്കടം വരുന്നതെന്ന് മനസ്സിലാവില്ല, എന്താണ് എന്നെ സ്ട്രെസ് ഔട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാവില്ല. സ്റ്റെല്ലിങ് ഗ്ലബ്ല ആൻഡ് ഷി വാസ് ലൈക്ക്, ശില്പ ഇപ്പോൾ തന്നെ നീ ഒരു 100-300 കാര്യം പറഞ്ഞു, എന്നിട്ടാണ് നീ പറയണമെന്നുണ്ടോ. ദ പ്രോബ്ലം ഈസ് ദ തിങ് ഈസ്, എൻ്റെ ഒരു കേസിൽ ഞാനിപ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ഞാൻ കുറച്ച് കാലം കഴിഞ്ഞ് അതിനെ മിനിമൈസ് ചെയ്ത് കാണും. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. പിന്നെ ആരെങ്കിലും എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ചിലരോട് ചില കാര്യങ്ങൾ ചോദിക്കാണ്ടിരിക്കുക. അവർക്ക് പാവം തോന്നും, അവർക്ക് വിഷമം തോന്നും. എന്നാൽ ഞാൻ അവരുടെ സ്റ്റേജിലാണെങ്കിൽ ഞാനങ്ങനെ ചെയ്യും. അങ്ങനെയും ചിന്തിച്ച് അങ്ങോട്ടും ചിന്തിച്ച് നമ്മൾ എമ്പത്തി ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം. അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ബിച്ചാവും. Will be a, but now though I say that, but to say that and bring that to practicality is two different things. കിട്ടി 2 ദിവസം ഞാൻ എൻ്റെ ഫോൺ ഞാൻ നിലത്തുനിന്ന് താഴെയും വെക്കാണ്ട് വളർത്തിക്കൊണ്ടുവന്ന്. എന്താണ് എന്നെ കാണാൻ ഇങ്ങനെ ഇരിക്കുന്ന ദൈവം. ഐ ലുക്ക് ലൈക്ക് എ ഹോംലെസ് പേഴ്സൺ. പക്ഷേ എൻ്റെ ഫോൺ മേടിച്ച് 2-3 ദിവസം ഞാൻ താഴെയും നിലത്തും വെച്ചിട്ടില്ല. അമ്മാതിരി കെയറിങ് ആയിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ ഫോണിൻ്റെ ബാക്ക് സൈഡ് കണ്ടാൽ നിങ്ങൾ വിശ്വസിക്കില്ല. അല്ലോ ഞാനൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ ആണെങ്കിൽ ഉണ്ടല്ലോ ഇന്ത്യയിൽ നിന്ന് കവറൊന്നും മേടിക്കണ്ട കേട്ടോ. ഞാൻ ഇന്ത്യയിൽ നിന്ന് കവറൊക്കെ മേടിച്ചിട്ട് വന്നു. എനിക്കിപ്പോൾ ഇവിടുത്തെ ടീമിൻ്റെ കവർ കാണുമ്പോൾ മച്ച് ബെറ്ററായിട്ട് തോന്നുക. ആൻഡ് ഐ ഡോണ്ട് നോ, ഞാനിവിടെ നിന്ന് പേളിമാനിൻ്റെ അതിരടീൻ്റെ പ്രൊമോഷൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുക, എനിക്കൊരു പോയിന്റിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ, എനിക്കൊരു പോഡ്കാസ്റ്റ് തുടങ്ങണം. ഓക്കെ, എനിക്ക് ചില സമയത്ത് തോന്നും ഇറ്റ് ഷുഡ് ബി ലൈക്ക് എ ബിസിനസ് വുമൻ കൈൻഡ് ഓഫ് തിങ്. അതർവൈസ് യുനോ കൈൻഡ് ഓഫ് ഒരു ഭയങ്കര സംഭവമായിട്ടുള്ള തിങ്. അതർവൈസ് ലൈക്ക് യൂഷ്വൽ കാഷ്വൽ തിങ്സ്. പക്ഷേ ഞാൻ ഒരിടയ്ക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ കുട്ടി ചാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഞാനൊരു പ്രസ്ഥാനം തുടങ്ങിയിരുന്നു കുറേ കാലം മുന്നേ. കുറേ കാലങ്ങളായതുകൊണ്ട് വയസ്സായി, അതുകൊണ്ട് ഓർമ്മയൊന്നും ഉണ്ടാവില്ല. എന്നാലും കുറേ കാലങ്ങളായി മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്തില്ല, കാരണം അത് ഭയങ്കര ഹെക്റ്റിക്കായി. പിന്നെ അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല കാണാൻ. ലൈക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടും എൻ്റെ ക്യാമറയൊന്നും വലിയ സെറ്റായിരുന്നില്ല. അതുകഴിഞ്ഞ് ഞാൻ നിർത്തി. എന്നിട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ദുബായിൽ വന്നിട്ട് ലൈക്ക് അന്ന് അതൊക്കെ പണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് എനിക്കൊരു സ്റ്റുഡിയോ എടുത്തിട്ട് അങ്ങനെ ചെയ്യണം എന്നൊക്കെ അപ്പോഴും ഉണ്ട് ആ ബക്കറ്റ് ലിസ്റ്റ്. അപ്പം ഞാൻ അതിങ്ങനെ കാണുമ്പോൾ ആലോചിക്കായിരുന്നു, one day so one day at a time. നമുക്കൊരു ദിവസം തുടങ്ങണം. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ അസുഖം ഉണ്ടോ? ഞാനിപ്പോൾ എപ്പോഴും ചെവിയിൽ ഇയർഫോൺ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ പണ്ട് തൊട്ടേയുള്ള പരിപാടിയാണ്. എൻ്റെ പഴയ ക്രഷ് ഉണ്ടല്ലോ, ഇങ്ങനെ ആലോചിക്കും ദ മൂവി കൈൻഡ് ഓഫ് സീക്വൻസ്. അങ്ങനെ ഇരുന്നിട്ടാണ് തോന്നുന്നു 10-26 വയസ്സായിട്ടും ഐ ആം സ്റ്റിൽ സോ ദാറ്റ് പരിപാടി ഈസ് ഡൺ. ജസ്റ്റ് പോയിട്ട് അതോടെ കൊടുത്താൽ മതി. കോഡ് അവർക്ക് കൊടുത്താൽ അവർ റിട്ടേൺ കൊടുക്കും, അത്രേ ഉള്ളൂ. സംഭവം
എന്തായാലും 4,000 സ്റ്റെപ്സ് ആയിട്ടുണ്ട്. ഇനി 10,000 അടിക്കണം. ലൈഫ് ആക്ച്വലി ഫീൽസ് ലൈക്ക് മറ്റേ സോനം കപൂറിൻ്റെ സോങ് പോലെ ഒരു രസം വിത്ത് ചട്പട്ട പ്ലേലിസ്റ്റ് എവറി ടൈം. ആൻഡ് ടോപ്പ് ടു ബോട്ടം ഞാൻ ടീം പോവാം. ദ ചീപ്പസ്റ്റ് ഐ ക്യാൻ എവർ ബി. ടോപ്പ് ടു ബോട്ടം അല്ല, the life live, the one person who judges the most is us. Like most of the time we will say that what will others think. Most of the time it's us who thinks a lot. Actually nobody cares. And എൻ്റെ തലയിലേക്ക് എത്ര പറഞ്ഞാലും വരില്ല. ഈ ആഫ്രിക്കൻസ് തമ്മിൽ എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട്. എല്ലാ സെക്യൂരിറ്റീസും എന്നെ പിടിക്കും, ബാക്കിയുള്ളവർക്ക് കുഴപ്പമില്ല. റൂം എവിടെ എന്തെത്തിനാറ് തിരിച്ചു പോവാണ്. ഇപ്പോൾ 8:30-8:45 ഇനിയിപ്പോൾ വീട്ടിൽ പോയി കുളിച്ച് നെയിൽ ചെയ്യണം. അതിനൊരു 3 മണിക്കൂർ 4 മണിക്കൂർ എടുക്കും. രസം എന്താ വെച്ചാൽ എനിക്ക് ഇതുവരെ വഴി അറിയില്ല. എല്ലാം ഒരു ഫിഗറിങ് ഔട്ടാണ്. ഇനി കണ്ടുപിടിക്കണം എനിക്ക് തിരിച്ചു പോകാനുള്ള വഴി. ഫൈനലി റൂമിലെത്തി. ഞാൻ ഇതോടുകൂടെ ഈ ഒരു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. നാളെ ഞാൻ വേറൊരു വ്ളോഗ് ഇടാം. കാരണം ദിസ് ഇസ് ലൈക്ക് ഗോൺ എൻ്റെ ത്രോട്ട്. അപ്പോൾ എന്തായാലും നാളെ നമുക്ക് വേറൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം ആക്ച്വലി. ബിക്കോസ് എനിക്കിനി വ്ളോഗുകളില്ല ഇടാൻ. യുനോ വേറെ വീഡിയോ എടുക്കാനുള്ള സമയമില്ല. ത്രോട്ടൊക്കെ പോയി കിടക്കാതുകൊണ്ട് എങ്ങനെയുണ്ടത്? നാട്ടിൽ പോയിട്ട് വേണം ലെൻസ് കാർട്ട് പോയിട്ടൊരു കണ്ണട വാങ്ങാൻ. ഞാൻ ഇനി പരിപാടിക്കില്ല. ഞാൻ കാണിച്ചു തരാൻ പറ്റിയത് സംഭവം ലുക്കൊക്കെ ഉണ്ട്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് എൻ്റെ കണ്ണ് മാത്രമേ കൊള്ളുള്ളൂ. ആക്ച്വലി കണ്ണ് മാത്രം കൊണ്ടാൽ മതി. എന്നാലും എന്തോ ഒരു പ്രശ്നമില്ലേ. ഞാൻ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇവിടെയും കാണാം ഇവിടെയും കാണാം. പിന്നെ ഞാൻ അതെന്തിനാണ് വയ്ക്കണേ? കണ്ണിന് സ്ട്രെയിൻ കൂടുക എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു പോയിൻ്റും ഇതിന് ഞാൻ കിട്ടില്ല. അതുകൊണ്ട് ഇതാണെങ്കിൽ ഞാൻ പവറുള്ള ഗ്ലാസ്സൊക്കെ അത്യാവശ്യം വില ഉണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലാത്ത വിലയൊക്കെ ഉണ്ട് ഇതിന്. റിട്ടേൺ ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കൈ കയറും രക്കില്ലെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ വീഡിയോ വെരി വെരി സൂൺ. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്നും പറയാൻ സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. ചെയ്യുകയാണെങ്കിൽ ചെയ്യൂ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണും. ബി ദെയർ. ഐ നോ കുറച്ച് പേര് എപ്പോഴും കാണുന്നുണ്ട്. താങ്ക് യു ഫോർ ദാറ്റ്. ഐ വിൽ ബാക്ക് വെരി വെരി സൂൺ.